കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്ര 20-21 തീയതികളിൽ ഇടുക്കി ജില്ലയിൽ പ്രകടനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ, അടിമാലി, കട്ടപ്പന എന്നിവിടങ്ങളിൽ സ്വീകരണ സമ്മേളനങ്ങൾ ഒരുക്കും. ഇതിനു മുന്നോടിയായി 21 വരെ വിളംബര ജാഥകളും ഉണ്ടായിരിക്കും. ഭവന സന്ദർശനത്തിലൂടെ ജനങ്ങളിൽ നിന്നും സംഭാവനയായി സ്വീകരിച്ച ഫണ്ട് മണ്ഡലം പ്രസിഡന്റുമാരിൽ നിന്നും അതാത് സമ്മേളന വേദികളിൽ വെച്ച് ഏറ്റുവാങ്ങും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ ദുർഭരണത്തിനെതിരെ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്ര 20-21 തീയതികളിൽ ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തും. 20-ന് വൈകിട്ട് അച്ചൻകവലയിൽ എത്തുന്ന ജാഥയെ വാദ്യമേളങ്ങളിലെ അകമ്പടിയോടെ മങ്ങാട്ടുകവല പി.ടി. തോമസ് നഗറിലേക്ക് ആനയിക്കും. 21-ന് രാവിലെ 10 മണിക്ക് അടിമാലി ക്ലബ്ബിൽ പൊതുയോഗം. ഉച്ചകഴിഞ്ഞ് 4-ന് അടിമാലി കോടതിപ്പടിയിൽ നിന്നും ഉമ്മൻചാണ്ടി നഗറിലേക്ക് വിപുലമായ ജാഥ നടത്തും. വൈകിട്ട് 4-ന് കട്ടപ്പനയിൽ സ്വീകരണ യോഗം നടക്കും. 2023 ഭൂമി പതിവ് നിയമ ഭേദഗതിക്കെതിരെയുള്ള ശക്തമായ താക്കീതായിരിക്കും ഇടുക്കി ജില്ലയിലെ പ്രതിഷേധ പ്രകടനങ്ങളെന്ന് പ്രവർത്തകർ അറിയിച്ചു. പിറ്റേ ദിവസം അന്ന് അടിമാലിയിൽ ഈ സംഘം അടിമാലിയിൽ താമസിക്കും. രാവിലെ അടിമാലി ക്ലബിൽ രാവിലെ 10 മുതൽ 12 വരെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, അവരുടെ പ്രതിനിധികൾ, പിന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട കാർഷിക ഭൂപ്രശ്നങ്ങൾ, അത് അടക്കമുള്ള വിഷയങ്ങൾ 10 മുതൽ 12 വരെ അവര് ഇന്ററാക്ഷൻ ഉണ്ട് നടക്കുന്നു. സ്വീകരണ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി 21 വരെ വിളംബര ജാഥകളും ഉണ്ടായിരിക്കും. ഭവന സന്ദർശനത്തിലൂടെ ജനങ്ങളിൽ നിന്നും സംഭാവനയെ സ്വീകരിച്ച ഫണ്ട് മണ്ഡലം പ്രസിഡന്റുമാരിൽ നിന്നും അതാത് സമ്മേളനവേദികളിൽ വച്ച് ഏറ്റുവാങ്ങും. തൊടുപുഴയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ അവിര, എസ് അശോകൻ, സി.പി. മാത്യു, റോയി കെ. പോലോസ്, ഇന്ദു സുധാകരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.